ലഹരിക്കെതിരായ നിയമ നടപടികൾ സർക്കാർ കടുപ്പിക്കുമ്പോഴും പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കി നിയമത്തിലെ പഴുതുകൾ. ഒരു തരി മുതൽ ഒരു കണ്ടെയ്നർ വരെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയാലും വെറും 200 രൂപ പിഴയൊടുക്കിയാൽ പ്രതികൾക്ക് നിയമ നടപടികൾ ഒഴിവാക്കാം. ലഹരി മാഫിയയുടെ അടിവേരറുക്കാൻ തുടങ്ങിയ ഓപ്പറേഷൻ തൂഫാൻ ദുർബലമായ നിയമങ്ങളാൽ ലക്ഷ്യം കാണാതെ പോകുമെന്ന ആശങ്കയിലാണ് നിയമപാലകർ. നെല്ലിമൂട് ചൂണ്ടവിളാകം സ്കൂളിന് സമീപത്തു നിന്നും ജൂലൈ 3-ാം തീയതി തിരുപുറം എക്സൈസ് സംഘം പിടികൂടിയത് 1000 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. 52 ചാക്കുകളിലായാണ് ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതും. സ്കൂൾ കുട്ടികൾക്കടക്കം വിതരണം ചെയ്യുന്നതിനായാണ് പ്രദേശത്ത് ഇത്രയധികം ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിരുന്നതും. എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയ എക്സൈസ് സംഘം നെല്ലിമൂട് സ്വദേശി പ്രസാദിനെ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തു. എന്നാൽ 1 മണിക്കൂറിനകം നിയമ നടപടികൾ പൂർത്തിയാക്കി പ്രതി പുറത്തേക്ക്. ആകെ ഒടുക്കേണ്ടി വന്നത് തുച്ഛമായ പിഴത്തുക മാത്രം. നീ സ്റ്റോക്കിസ്റ്റാണ്. പിന്നെ ഇത് സൂക്ഷിക്കാനാണ് കൊണ്ടുകൊടുക്കുക. ഇന്ത്യയിലെ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനും പരസ്യങ്ങൾ തടയാനുമായി 2003-ൽ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട്. കോട്ട്പ ആക്ടിലെ സെക്ഷൻ 6 പ്രകാരം 18 വയസ്സിൽ താഴെയുള്ളവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ പരിധിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതും ശിക്ഷാർഹമാണ്. എന്നാൽ പിടികൂടുന്ന ലഹരി വസ്തുക്കളുടെ അളവ് എത്ര ഉയർന്നതായാലും പ്രതി 200 രൂപ മാത്രം പിഴയൊടുക്കിയാൽ മതി. അതിനായി സ്റ്റേഷനിൽ പോകണമെന്നില്ല. എവിടെ നിന്നാണോ പിടികൂടുന്നത് അപ്പോൾ തന്നെ ഓൺലൈനായി പിഴയൊടുക്കാം. ലഹരി വസ്തുക്കൾ പിടികൂടുന്നത് പോലീസാണെങ്കിൽ പലപ്പോഴും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കൂടി ചേർത്തുകൊണ്ടാണ് പ്രതികൾക്ക് കൂടുതൽ ശക്തമായ ശിക്ഷ വാങ്ങി നൽകാറുള്ളത്. എന്നാൽ എക്സൈസ് വകുപ്പിന് അത്തരം നിയമങ്ങൾ ചുമത്താനുള്ള അനുവാദവുമില്ല. കഴിഞ്ഞ 1 മാസത്തിനിടെ സംസ്ഥാനത്ത് എക്സൈസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 7826 കോട്ട്പ കേസുകളാണ്. സംസ്ഥാന പോലീസ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനകളിലും നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവർ തുച്ഛമായ പിഴത്തുക ഒടുക്കി വീണ്ടും ലഹരി വിൽപ്പന നടത്തുന്നു എന്നതാണ് വിരോധാഭാസം. രാജ്യത്തെ നിയമവ്യവസ്ഥകൾ ഇങ്ങനെയിരിക്കെ ദിവസേന പിടികൂടുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ അളവ് എത്ര തന്നെ ഉയർന്നാലും പ്രതികൾ കുറ്റം ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇത്തരം ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുമ്പോൾ ലഭിക്കുന്ന ഉയർന്ന ലാഭവും കുറഞ്ഞ ശിക്ഷയും തന്നെയാണ് വിൽപ്പന തുടരാൻ പ്രചോദനമാകുന്നതും. ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ തണ്ടറുമൊക്കെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം കാണണമെങ്കിൽ നിയമവ്യവസ്ഥയിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്നേ മതിയാകൂ. തിരുവനന്തപുരത്ത് നിന്നും റിബിൻ ജോണിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.